ഇന്നത്തെ ദിവസം വീഡിയോസ് എടുക്കാൻ വലിയ മൂഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് തലപൊക്കാൻ പോലും വയ്യാണ്ട് ഞാൻ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കിടന്നപ്പോൾ ഒരാൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഇപ്പോൾ കോളിംഗ് ബെല്ലടിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ആരും ഇവിടെ വരാറില്ലല്ലോ. അപ്പം ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഒറ്റ ഓട്ടത്തിന് ഇതാ പോയി മതിലിൻ്റെ അവിടെ തിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായല്ലോ, ആളെ മനസ്സിലായി. ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു തിരിഞ്ഞിങ്ങ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ചോദിക്കായിരുന്നു ആരെ കാണാൻ അവിടെ പോയി നോക്കി നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മമ്മി വിളിച്ച് പറയാതൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ്. ഞാനിങ്ങനെ പറഞ്ഞില്ലേ എന്നാ പണിയെടുക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ് വരുന്നതെങ്കിൽ ഞാൻ എന്നെ കാണാൻ അത്രയും ദൂരം നിന്ന് ഇവിടം വരെ വന്നിട്ട് പിന്നെ കാണാൻ പറ്റാതെ ഇവിടെ വന്നൊന്ന് കറങ്ങിയിട്ട് അങ്ങ് പോകാം. അങ്ങനത്തെ എൻ്റെ ATM കാർഡ് രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു വിളിച്ചിട്ട്, ATM കാർഡ് വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, ആരെങ്കിലും വരുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ കൊണ്ടുവന്നാൽ മതി, അത് കൊണ്ടുവരാൻ വേണ്ടി ആരും വരണ്ട, അല്ലാതെ വരാൻ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു. ATM കാർഡൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എപ്പം വന്നാലും എന്തെങ്കിലും പാപ്പം തിന്നാൻ കൊണ്ടുവരുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കോലം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എൻ്റെ കോലം കാണുമ്പോഴറിയാം എനിക്ക് ഇന്ന് വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എഴുന്നേറ്റിട്ടേ ഇല്ല, അങ്ങനെ കിടക്കുമായിരുന്നു. കുഞ്ഞിനൊന്ന് ഫുഡ് പോലും കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല തലകറക്കമായി. അങ്ങനെ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. കുഞ്ഞൻ പറഞ്ഞു നീ അവിടെ തന്നെ കിടന്നോ, ഇനി എവിടെ എഴുന്നേറ്റ് നീ അവിടെ പോയി മറിഞ്ഞടിച്ച് വീഴുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞാൻ വന്ന് കിടന്ന് പിന്നെ മമ്മി വന്നപ്പോഴാണ് എഴുന്നേറ്റത്. അന്നേരം ഞാനൊരു മുടിയൊക്കെ ഇങ്ങനെ കിരിച്ചിട്ടിട്ട് ഒരു കൂറ് ലുക്കിലായിരുന്നു എഴുന്നേറ്റ് വന്നത്. പിന്നെ വീഡിയോസ് ഞാൻ എടുക്കാൻ തുടങ്ങിയോണ്ടാണ് പിന്നെ മുടി പെട്ടെന്നൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയതും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഇങ്ങനെ കൂറയടിച്ച് ഇങ്ങനെ ഇരിക്കാറില്ല വീഡിയോസൊക്കെ എടുക്കുമ്പോൾ. പിന്നെ എനിക്കങ്ങ് വയ്യായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും വീഡിയോസ് എടുക്കാമെന്നും കൂടെ വിചാരിച്ചു. അങ്ങനെ പിന്നെ മമ്മി വന്നപ്പോൾ ഞാൻ ഫുഡൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നീട് വിചാരിച്ചു എന്തെങ്കിലും ചോറും എന്തെങ്കിലും കറിയങ്ങളും വെക്കാമെന്ന് വിചാരിച്ചു. അന്നേരം മമ്മി പറഞ്ഞത് ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇനി ഒന്നും വെക്കാൻ നിൽക്കേണ്ട വയ്യാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ചോറും മീൻ വറുത്തതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടിനുള്ള ചോറുണ്ട്. മമ്മി പറയും നിൻ്റെ അടുത്ത് വന്ന് പട്ടിണി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ചോറ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാട്ടോ കൊണ്ടുവരുന്നത്. അതായത് ഞാൻ എന്തായാലും രാവിലെ ഞങ്ങൾക്ക് രണ്ടിനും കൂടെ അല്ലേ വെക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് വിളിച്ച് പറയാതെ വരുന്നതുകൊണ്ട് നമുക്ക് അറിയത്തുമില്ല. ഞാൻ അതുകൊണ്ട് നമുക്ക് രണ്ടിനും മാത്രമേ വെക്കത്തുള്ളൂ. പിന്നീട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പിന്നീടാണ് ഞാൻ ഫുഡൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് കൊണ്ടുവരും. പിന്നെ എനിക്ക് മറ്റേ വെള്ളയരി വലിയ അരി എനിക്ക് ഇഷ്ടമാണല്ലോ, അവിടുന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ അതായിരിക്കും കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ വെച്ചതായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ വെള്ളയരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമ്മൾ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനത്തെ അരിയൊക്കെ മേടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ, അതില്ലല്ലോ. അപ്പം അതുകൊണ്ട് പൊന്നിയരിയാണ് നമ്മൾ മേടിക്കുന്നത്. പൊന്നിയരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് ചോറാകുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് മുളക് ചമ്മന്തി കേട്ടോ. മുളകും പിന്നെ മല്ലിപ്പൊടിയൊക്കെ കൂടെ ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് അരച്ചൊക്കെ എടുക്കും. അരച്ചൊന്നുമില്ല, ജസ്റ്റ് ഞെരടിയെടുത്തതേ ഉള്ളൂ കേട്ടോ. അതായത് എണ്ണയൊക്കെ ഒഴിച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ അതും പിന്നെ മീൻ വറുത്തതും ഒക്കെ ആയിട്ടായിരുന്നു ഇന്ന് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് മമ്മി എനിക്ക് ഒരു കമ്മൽ കൊണ്ടുവന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അമ്മ അങ്ങോട്ട് കൊടുത്ത് വിട്ടാന്ന് തോന്നുന്നു. വലിയ കമ്മലാണ്. ഞാൻ ഇങ്ങനെയുള്ള കമ്മൽ അങ്ങനെ ഇടാറില്ല. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇടാമെന്നും പറഞ്ഞിട്ട് പിന്നെ മമ്മി പറയായിരുന്നു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് ആളെനിക്ക് വെച്ചൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുണ്ട്, കമ്മലിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാനിട്ടപ്പോഴും എനിക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കിങ്ങനെ കൊരുത്തിടുന്ന കമ്മൽ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം കാതിങ്ങനെ നല്ലപോലെ ഞാന്ന് വരുന്നത് പോലെ തോന്നും. പിന്നെ എൻ്റെ കണ്ണിൻ്റെയൊക്കെ വെച്ച് നോക്കുകയാണ്, എൻ്റെ കണ്ണെല്ലാം കവർ ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാനും പിന്നെ അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയെ കാണുന്നില്ല. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ മൊത്തം ഇരുന്ന് പോച്ച പറയുമായിരുന്നു. ആകെപ്പാടെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആ ഒരു തറയോടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പുല്ല് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല പാടാണ് അത് പറിക്കാൻ തന്നെ. അതിവിടെ ഇരുന്ന് മൊത്തം നുള്ളി പറിച്ചൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ ചെന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. എൻ്റെ കണ്ണൊക്കെ വീങ്ങിയിരിക്കുക കേട്ടോ. നല്ല തലവേദന ഉള്ളതുകൊണ്ട് കണ്ണും മുഖമൊക്കെ ഒരുമാതിരി വീങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, ഞാനിത് മമ്മിയിൽ നിന്ന് വഴക്ക് പറയായിരുന്നു ഇങ്ങോട്ട് കയറി വാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കടന്തലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ സാധനം കാണുന്നില്ല. എന്നിട്ട് മമ്മിയുടെ ചോദിച്ചു എങ്ങനെ എടുത്ത് കളഞ്ഞമ്മ? ഞാൻ കളഞ്ഞൊന്നും ഇല്ല, ഞാൻ കണ്ടതേ ഇല്ലെന്ന്. എനിക്ക് തോന്നുന്നു അവിടുന്ന് ചൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് അത് പോയെന്ന് തോന്നുന്നു. കടന്തൽ കുത്തഞ്ഞ കാര്യമായി, വലിയ കടന്തലാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നീട് മീനെടുത്ത് വെള്ളത്തിലിട്ടു.
അതായത് നമ്മളന്ന് കായംകുളത്ത് നിന്ന് മേടിച്ചിട്ട് വന്ന മീനായിട്ടോ. അവിടെ നമ്മൾ കുറച്ച് ലാഭത്തിന് മീൻ കിട്ടിയായിരുന്നല്ലോ, അന്നങ്ങനെ മേടിച്ചായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ അമ്മയും കൂടെ തന്നതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഒത്തിരി മീനുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു 2 ട്രിപ്പായിട്ട് അന്ന് എടുത്തായിരുന്നു. ഇത് അതേപോലെ ഇരിപ്പുണ്ട്, 2 പാത്രത്തിലാക്കി ഞാനിങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു, 2 എണ്ണത്തിനകത്തൊക്കെ ആക്കിയായിരുന്നു വെച്ചിരുന്നത്. 4 പാത്രത്തിലാക്കിയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് എന്തിനാണ് വെക്കുന്നതെന്ന്. വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കും, കുറച്ച് ദിവസം മീൻ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഐസായിട്ടിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് അലുത്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തോട് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഐസ് കേട്ട് പിന്നെ കുറച്ച് വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചിടുമ്പോൾ ഇങ്ങനെ ഐസ് അലിഞ്ഞ് അത് നല്ല രീതിയിലാവും കേട്ടോ. കുറച്ച് സമയം എടുക്കും, കാരണം അത്രയും ഐസ് ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാനതെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ അകമൊക്കെ ഒന്ന് തൂത്തുവാരി, അതായത് റൂമും ഹോളും ഒക്കെ. പിന്നെ മിറ്റം മമ്മി തൂത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ച്, കാരണം അവിടെ നിന്ന് പോച്ച പറിക്കുന്ന സമയത്ത് തന്നെ മുറ്റം അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തൂക്കാൻ വന്നപ്പോഴാണ് അപ്പുറത്തവരുടെ അയ്യത്തുള്ള സാധനങ്ങൾ വരെ പോയി നുള്ളി പറിക്കുന്നു. എന്താണ് ഇത്ര പോച്ച പറിക്കുന്ന ഇത്ര ആകാംക്ഷ എന്ന് എനിക്കറിയില്ല. അപ്പുറത്തെ അയ്യത്ത് മൊത്തം പോച്ച അടപ്പുണ്ട്. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഇതാണെങ്കിൽ അത് അവിടത്തെയും കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. ഇപ്പം വൃത്തിയാക്കിയതേ ഉള്ളൂ, വീണ്ടും കാട് കയറിയിട്ടുണ്ട് എന്നൊക്കെ ഇരുന്ന് പറയുമായിരുന്നു. ഞാനങ്ങനെ വഴിക്ക് പറഞ്ഞു, എന്തിനാമ്മ പോയി അവിടത്തൊക്കെ ചെയ്യുന്നത്, അവരാളെ നിർത്തി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അലച്ചാൽ എന്ത്. ഞാൻ ഒരു വട്ടം ഞാൻ പറഞ്ഞു, ഒരുപാട് വഴിക്ക് പറഞ്ഞിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കാണാതെ അവിടെ പോയിരുന്ന് നുള്ളി പറിക്കുന്നു ഇപ്പുറത്തെ സൈഡൊക്കെ. എന്ത് ചെയ്യാനാ, ഇങ്ങനെയുള്ള തള്ളന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജോലി എത്ര നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പിന്നെ മീനൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നതിന് ശേഷം കുറേ നേരമായിട്ടും ആൾ ഇറങ്ങുന്നില്ല കേട്ടോ, കാറിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോഴാൾ മറ്റേ പോക്കറ്റ് FM എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ കുറേ സ്റ്റോറികളൊക്കെ കേൾക്കാൻ പറ്റും. ഇരുന്ന് സ്റ്റോറിയും കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കഥ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇനി വാന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാനെ. കുറേ നേരമായിട്ട് ഇറങ്ങാത്തതുകൊണ്ടാണ് പിന്നെ പോയി നോക്കിയത്. പിന്നെ ഇതാ കുഞ്ഞൻ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ മമ്മി ചായ ഇട്ടു. ചായയും പിന്നെ മറ്റേ ദിൽക്കുഷില്ലേ, നമ്മളവിടെ മസ്താൻ എന്നൊക്കെ പറയും കേട്ടോ, പല രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇവിടെ ദിൽക്കുഷ് അതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ മിച്ചർ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ മിച്ചറിന് ഉച്ചയ്ക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ, അങ്ങനെ അത് രണ്ടും കൂടെ ഞാനിങ്ങനെ കഴിച്ചിട്ട് അമ്മമ്മയുടെ പറയട്ടെ അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെ. ഇതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ആണെങ്കിലും അടിപൊളിയാണ്, ബിസ്ക്കറ്റും മിച്ചറും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ എനിക്ക് നന്നായിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വിഷമം തോന്നി. എന്തെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന കമൻസിൻ്റെ ഒക്കെ വെച്ചിട്ടാട്ടോ. അതായത് കുഞ്ഞൻ്റെ വീട്ടിൽ പോയ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇട്ടിരുന്ന സമയത്ത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞൻ ഒറ്റ മോനാണോ അതോ കൂടപ്പിറപ്പുകൾ എത്ര പേരുണ്ട്, അന്ന് അമ്മ എങ്ങോട്ടാണ് പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും വന്ന് കുറേ പേര്, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, അതായത് കുഞ്ഞൻ ഒറ്റ മോനാണോ, കൂടപ്പിറപ്പുകൾ എത്ര പേരുണ്ട്, സിസ്റ്റർ ഒന്നും ഇല്ലേ, ബ്രദർ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അന്ന് അമ്മ എവിടെ പോയി എന്നൊക്കെ അതൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. നിങ്ങൾ ഞങ്ങളുടെ ഫുൾ വീഡിയോ കാണാതെയാണല്ലോ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അതിൽ തന്നെ ഞാൻ എത്ര നേരം ഇരുന്ന് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നിങ്ങളതൊന്നും കാണാതെയാണല്ലോ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതൊക്കെ ഇനി പോവട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്കിന്ന് ഉലുവാക്കഞ്ഞിയാണ്, അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതായി വെച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉലുവയും അരിയും കൂടെ കഴുകി നമ്മളിതാ ഒരു കുക്കറിനകത്താണ് വെക്കുന്നത്. കലത്തിനകത്താണെങ്കിൽ അങ്ങനെയും വെക്കാം, ഇത് കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. 2 വിസിൽ അടിച്ചെടുക്കണം കേട്ടോ, അത്യാവശ്യം ഒന്ന് വേവാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, പിന്നെ കരിപ്പൊട്ടി ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് മാറ്റി വെച്ചിരുന്നത് കേട്ടോ. അതിനി പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ പിന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിലങ്ങ് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ വലിയ പാടില്ലല്ലോ, അതുകൊണ്ട് രാത്രിയിലെ മീൻ കറി വെക്കാം. തട്ടിക്കൂട്ടി മീൻ കറി എൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചുമന്നുള്ളി എടുക്കും. ചുമന്നുള്ളി മാത്രമാണെങ്കിൽ നല്ലതാണ്, അതായത് കുഞ്ഞുള്ളി. നമ്മൾ സവോള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിത് പൊളിച്ചെടുക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ പിന്നെ അതും സവോളയും കൂടെ ചേർത്താണ് എടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കും. അത് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കും, അതായത് ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചതഞ്ഞ് എല്ലാം ഒരേപോലെ ആവണമല്ലോ, ഉള്ളി പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പെട്ടെന്ന് ഇച്ചിരി ടൈം എടുക്കുമല്ലോ,
അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും മറ്റേത് വലുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ആക്കി എടുക്കുന്നത് വെച്ചാൽ തക്കാളി അത് ഒന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കും. അതായത് മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് അരച്ചെടുക്കും. അതാകുമ്പോഴത്തേക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കറിക്ക്. ഞാനിങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്നാവുകയും ചെയ്യും. കാരണം നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നല്ല ടൈം എടുക്കത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് ജസ്റ്റ് പെട്ടെന്നായി കിട്ടും. ചതഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ഗ്രേവി നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അത് മീൻ കറിക്കുള്ളത് ഞാനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് തക്കാളി പേസ്റ്റും കൂടെ അതിനകത്ത് ഒഴിച്ച് നല്ല രീതിയിൽ അതും ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് പുളിവെള്ളവും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിന് വെറുതെ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഈ മീൻ കറിയുടെ റെസിപ്പീസൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞേ. അപ്പോൾ നമ്മുടെ അതായത് നമ്മൾ കഞ്ഞിക്ക് വെച്ചത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങ പിഴിഞ്ഞ് നമ്മുടെ തേങ്ങാപ്പാൽ മാത്രം ഒഴിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ അങ്ങനെ പിഴിഞ്ഞ് ചേർക്കാതെ ഈ ഒരു കരിപ്പോട്ടിയുടെ ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പാല് കുറച്ച് ആകുമല്ലോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ കഞ്ഞിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊക്കെ എടുത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇത്തിരി ആ സമയത്ത് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഇളക്കിയെടുത്തൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എങ്ങനെ ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ഫുഡാണ് കേട്ടോ. ബാക്ക് പെയിനൊക്കെ നല്ലൊരു ഐറ്റമാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മമ്മി ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് പറ്റിയ നല്ല ഡയറ്റാണ്. കരിപ്പോട്ടിയൊക്കെ നമ്മുടെ ഇതായത് എന്താ പറയുക, നമ്മൾ കഷായം വെക്കാനും എടുക്കാനൊക്കെ എടുക്കുന്നൊരു സാധനമല്ല. അതേപോലെ ഉലുവ കഞ്ഞി അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരിക്കും, അറിയായിരിക്കും. എന്നാലും എൻ്റെ അറിവിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളതാണ് ഇന്ന് നൈറ്റ് കഴിക്കുന്നത്. അപ്പം കുഞ്ഞിന് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനിങ്ങനെ നിർബന്ധിച്ച് ഓരോന്നും പറയും. നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ നോക്കണ്ടേ, നമ്മൾ നല്ല ഹെൽത്തിയാണ് കഴിക്കുന്ന, ഹെൽത്തി ഫുഡാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ ഈ മനുഷ്യനെ കഴിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. എന്തായാലും കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പായസം കുടിക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പായസം കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ തന്നെ കേട്ടോ. നമ്മൾ പിന്നെ ഞാൻ കുഞ്ഞിന് കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉലുവ കുറച്ചേ മമ്മിയും കൊണ്ട് ഇടിയിപ്പിച്ചോളൂ. മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റംസ് വേണമെന്ന് പറയാം കേട്ടോ. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മിക്കപ്പോഴും ഉണ്ടാക്കി തരുന്ന സാധനം ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഉലുവ കഞ്ഞി വെച്ച് തരണേന്ന്. നീ കഴിക്കാൻ കൊതി ആയതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ വന്നപ്പോഴേ പറഞ്ഞു ഇന്ന് പോവല്ലേ എന്ന് പറഞ്ഞ് ഈ സാധനത്തിന് ഞാൻ അവിടെ പിടിച്ച് നിർത്തിയതാണ്. വന്നപ്പോഴേ പോകുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ പോവല്ലേ അമ്മ, എനിക്ക് വയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയതാട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ഉലുവ കഞ്ഞി വെപ്പിച്ചു. അന്നേരം എനിക്ക് കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കഞ്ഞിയെ കുടിച്ചു. അവിടേക്ക് പിന്നെ വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ബർത്ത്ഡേ വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. പ്രജിത ലക്ഷ്മി, ഷിജി എം, ഹസി റാഫി, നൈഷാദ് ഖാൻ മകനായ നൈഷ്നെക്കിൻ്റെയും ബർത്ത്ഡേ ഓഗസ്റ്റ് 10 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സന്ധ്യയുടെ മകനായ അനന്തു കൃഷ്ണൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 11 പിന്നെ സജീവിൻ്റെ മകൻ്റെ ബർത്ത്ഡേയും ഓഗസ്റ്റ് 7 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരി ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അടുക്കളയിൽ ജോലിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കേട്ടോ കിടക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖത്തുണ്ടെങ്കിലും അത് ഫുള്ള് നമ്മളത് കഴുകി കളഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.